Okay, good. So we'll come back to the class. So take page number 158. All of you please take page number 158, 158. Kanda, draw or paste pictures of these. രണ്ട് കോളം കൊടുത്തിരിക്കുന്നുണ്ട് അവിടെ. Two columns are given for you and it is told draw or paste pictures of these. എന്തൊക്കെയാന്ന് നോക്കിയേ, ഒന്നെങ്കിൽ വരയ്ക്കുക അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യാന്നാ പറഞ്ഞ. ഈ താഴെ പറയുന്ന പിക്ചേഴ്സ് എന്താന്ന് നോക്കിയേ. എ ഫ്രൂട്ട് യു ലൈക്ക്. യെസ്, ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പഴങ്ങളല്ലേ. എ ഫ്രൂട്ട് വിച്ച് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പഴം. ഏത് പഴമാണ് നിങ്ങൾക്ക് ഇഷ്ടം? ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ, ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച്, എനിത്തിങ്. എ ഫ്രൂട്ട് യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടിന്റെ പിക്ചർ വരയ്ക്കുകയോ അല്ലെങ്കിൽ അവിടെ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. അതുപോലെ എ വെജിറ്റബിൾ യു ലൈക്ക്, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിളിന്റെ പിക്ചർ അത് വരയ്ക്കുകയോ അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ. The next one. Write 3 things you had yesterday for breakfast, lunch, dinner. എന്താണ്? Write 3 things you had yesterday. നിങ്ങൾ ഇന്നലെ കഴിച്ച 3 സമയല്ലേ നമ്മൾ പറഞ്ഞു. How many times a day do we eat food? We eat 3 times a day നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ നമ്മൾ പറഞ്ഞു. അപ്പോ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാ കഴിച്ചതെന്നും ലഞ്ചിന് എന്ത് കഴിച്ചു എന്നും ഡിന്നറിന് എന്തൊക്കെ കഴിച്ചു എന്നുള്ളത് പേര് നിങ്ങൾ എഴുതണം. ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് നിങ്ങൾ കഴിച്ചതെന്നുള്ളത് 3 things അല്ലേ. അങ്ങനെ എഴുതാനേ പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് എ ഹോംവർക്ക് ഫോർ യു. അത് നിങ്ങൾ സ്വന്തം ചെയ്തോളുക. നിങ്ങൾ ലഞ്ചിന് എന്താ കഴിച്ചെന്ന് മിസ്സിന് അറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്താ കഴിച്ചെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എഴുതിക്കൊള്ളുക. ഓക്കെ. നെക്സ്റ്റ് 6th ലെസൺ. അടുത്ത പേജിൽ കണ്ടോ, ലെസൺ 6. സ്റ്റേ ഫിറ്റ്, സ്റ്റേ ഹെൽത്തി. ലെസൺ 6. സ്റ്റേ ഫിറ്റ്, സ്റ്റേ ഹെൽത്തി. സ്റ്റേ ഫിറ്റ്, സ്റ്റേ ഹെൽത്തി എന്ന് പറഞ്ഞ എന്താ? നല്ല ഫിറ്റ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറയുന്നു അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നല്ല ആരോഗ്യവാന്മാരായിട്ടിരിക്കുക അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം എന്താന്ന്. ഡു യു പ്ലേ ഔട്ട്ഡോർസ് എവറി ഡേ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങള് കളിക്കാറുണ്ടോന്നല്ലേ. ഔട്ട്ഡോർ ഗെയിംസ് ആൻഡ് ഇൻഡോർ ഗെയിംസ് അല്ലെ. നമ്മുടെ വീടിന് പുറത്തുനിന്ന് കളിക്കുന്ന കളികളും അകത്തുനിന്ന് കളിക്കുന്നതും ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ. ഡു യു പ്ലേ ഔട്ട്ഡോർ ഗെയിംസ് എവറി ഡേ, നിങ്ങൾ എല്ലാ ദിവസവും കളിക്കാറുണ്ടോ? വിച്ച് ഈസ് എ ഫേവറേറ്റ് ഗെയിം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണ്? ഓക്കെ, നോക്കിയേ. മിസ് വായിക്കുമ്പോ നിങ്ങളുടെ ഫിംഗർ ഉണ്ടാവണം ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ. Mahi is in class 1A. Okay, Mahi is in class 1A. Okay, Biona എന്ത് പറ്റി? Biona കരയുവാണോ? ചിരിക്കുന്നുണ്ടല്ലേ. പേജ് നമ്പർ എത്രയാ ബിയോണ? 159. 159 പേജ് നമ്പർ 159. Okay. Mahi is in class 1A. She plays cricket. She studies well too. She does not get tired. She does not fall sick.
She is a healthy girl. Okay. എന്താന്ന് നോക്കി. മാഹി ഈസ് ഇൻ ക്ലാസ് 1A. മാഹി എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ പേരാണ് അല്ലെ. മാഹി ഈസ് ഇൻ 1A. മാഹി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1Aയിലാണ് മാഹി. ഷീ പ്ലേസ് ക്രിക്കറ്റ്. യെസ്, അവൾ എന്താ കളിക്കുന്നേ? അവള് ക്രിക്കറ്റ് കളിക്കും. ഷീ പ്ലേസ് ക്രിക്കറ്റ്. മാഹി ഈസ് ഇൻ ക്ലാസ് 1A. ഷീ പ്ലേസ് ക്രിക്കറ്റ്. യെസ്, മാഹിക്ക് ഇഷ്ടപ്പെട്ട ഗെയിം എന്താണ്? ക്രിക്കറ്റ് ആണ്. അവള് ക്രിക്കറ്റ് കളിക്കും. ഷീ സ്റ്റഡീസ് വെൽ ടു. അപ്പൊ ക്രിക്കറ്റ് കളി മാത്രമൊന്നുമല്ല, ഷീ സ്റ്റഡീസ് വെൽ ടു. അവൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും അല്ലേ. നിങ്ങൾ കളിക്കാൻ പോകും, നിങ്ങൾ നന്നായിട്ട് പഠിക്കുവോ? പഠിക്കാറുണ്ടോ നന്നായിട്ട്? ഉണ്ടല്ലേ. അതോ കളി മാത്രാണോ? ഏതായാലും മാഹി എങ്ങനെയാണ്? മാഹി എന്ന് പറയുന്ന കുട്ടി എങ്ങനെയാ? ഷീ പ്ലേസ് ക്രിക്കറ്റ് ആൻഡ് ഓൾസോ ഷീ സ്റ്റഡീസ് വെൽ. അവള് ക്രിക്കറ്റ് കളിക്കുകയും ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. Then she does not get tired. മാഹിക്ക് എന്താണ്? മാഹി does not get tired. അവള് മടുക്കാറില്ല. ഞാൻ പഠിച്ചു മടുത്തു, അല്ലെങ്കിൽ ഞാൻ എഴുതി മടുത്തു, ഞാൻ ടയേർഡ് ആയി എന്ന് മാഹി പറയാറില്ല. She does not get tired. മാഹി മടുക്കാറില്ല, ടയേർഡ് ആവാറില്ല. പിന്നെയോ, she does not fall sick. Yes, എന്താണ്? അവൾക്ക് എപ്പോഴും അസുഖം വരാറില്ല. അവൾക്ക് എപ്പോഴും നിങ്ങൾക്ക് എന്താണ്? എപ്പോഴും പനി വരും അല്ലെ. പനിയോ തുമ്മല് എന്തൊക്കെയാണ്? ഓരോ ദിവസം ക്ലാസ്സിൽ ആബ്സെന്റ് ആവും. സുഖമില്ല മിസ്സേ, പനിയായിരുന്നു, തലവേദനയായിരുന്നു അല്ലേ. അങ്ങനെ ഓരോ കാരണങ്ങളൊക്കെ ഉണ്ടാവും, അസുഖം വരും. പക്ഷെ ഇവിടെ നോക്കിയേ, മാഹിയുടെ കേസില് ഷീ പ്ലേസ് ക്രിക്കറ്റ്, ഷീ സ്റ്റഡീസ് വെൽ, ഷീ ഡസ് നോട്ട് ഗെറ്റ് ടയേർഡ്, ഷീ ഡസ് നോട്ട് ഫോൾ സിക്ക്. അവൾക്ക് മടുക്കാറില്ല, അസുഖവും വരാറില്ല. ഷീ ഈസ് എ ഹെൽത്തി ഗേൾ. എന്താണ്? ഷീ ഈസ് എ ഹെൽത്തി ഗേൾ. നല്ല ആരോഗ്യമുള്ള കുട്ടിയാണ്. ഷീ ഈസ് എ ഹെൽത്തി ഗേൾ. ഓക്കെ. അപ്പൊ എന്ത് വേണം? നമുക്ക് നന്നായിട്ട് പഠിക്കണമെങ്കിലും കളിക്കാനും ഒക്കെ നമുക്ക് എന്ത് വേണം? വി നീഡ് ടു ബി ഹെൽത്തി. നമ്മൾ നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം. വി ഷുഡ് ബി വെരി ഹെൽത്തി. ഒരു ദിവസം കൊണ്ട് നോക്കിയ പാരഗ്രാഫ്. മാഹി ഈസ് ഇൻ ക്ലാസ് 1A. She plays cricket. She studies well too. She does not get tired. She does not fall sick. She is a healthy girl. Okay. അപ്പൊ എന്താ മിസ് പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയും ഭാഗത്തിന്റെ അർത്ഥം? നോക്കിയേ, ഗുഡ് ഹെൽത്ത് മീൻസ് ടു ബി ആക്റ്റീവ്. It also means not to fall sick often. We must be healthy like Mahi. എന്താ ഗുഡ് ഹെൽത്ത്? ഗുഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് ഹെൽത്ത് മീൻസ് ടു ബി ആക്റ്റീവ്. നല്ല ഹെൽത്തി അല്ലെ, നല്ല ആരോഗ്യമുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും? They will be always active. അവരെപ്പോഴും നല്ല ആക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ അയ്യോ ഞാൻ മടുത്തു, എനിക്ക് വയ്യ, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയില്ല. They will be very active. അവരെപ്പോഴും എന്തായിരിക്കും? നല്ല ആക്റ്റീവ് ആയിരിക്കും. Healthy people will be always very active. It also means not to fall sick often. എപ്പോഴും അസുഖമൊന്നും വരത്തില്ല ഹെൽത്തി ആണെങ്കിൽ അല്ലെ. നമ്മളും ഹെൽത്തി ആണെങ്കിൽ, നമുക്ക് നല്ല ആരോഗ്യമുള്ളവരാണ് നമ്മളെങ്കിൽ നമുക്കും എപ്പോഴും അസുഖമൊന്നും വരത്തില്ല. ഓക്കെ. It also means not to fall sick often. Sick often എന്ന് പറഞ്ഞാൽ എന്താ? വെരി ഓഫൻ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും അല്ലെ, എപ്പോഴും തന്നെ. ഒന്നിടവിട്ട് എപ്പോൾ 2 ദിവസം സുഖം ഉണ്ടായിരുന്നെങ്കിൽ ബാക്കി 4 ദിവസം അസുഖമാണ് അല്ലെ. അങ്ങനെ എപ്പോഴും ഹോസ്പിറ്റൽ വഴി പോകുന്നു, മെഡിസിൻ കഴിക്കുന്നു, അങ്ങനെയൊക്കെ വരുന്നത്. അതാണ് നമ്മള് സിക്ക് അല്ലെ. അങ്ങനെയുള്ള ഓഫൺ, ദേ ഫോൾ ഓഫൺ സിക്ക്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ്? മാഹി എന്ന് പറയുന്ന കുട്ടിക്ക് എന്താണ്? ഷീ ഡസ് നോട്ട് ഗെറ്റ് സിക്ക്, ഷീ ഡസ് നോട്ട് ഫോൾ സിക്ക് ഓഫൺ. അവൾക്ക് എപ്പോഴും അസുഖം വരാറില്ല. വി മസ്റ്റ് ബി ലൈക്ക് ഹെൽത്തി ലൈക്ക് മാഹി. അപ്പോ നമ്മളും എങ്ങനെയായിരിക്കണം? മാഹിയെ പോലെ നല്ല ഹെൽത്തി പീപ്പിൾ ആയിരിക്കണം, നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം നമ്മളും. ഓക്കെ. അപ്പൊ നല്ല ആരോഗ്യമുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും?
വിൽ ബി ഏബിൾ ടു പ്ലേ. നമുക്ക് കളിക്കാൻ പറ്റും നന്നായിട്ട്. കളിച്ചാലോ നമ്മള് പെട്ടെന്ന് ടയേർഡ് ആവത്തൊന്നുമില്ല. പിന്നെയോ നമുക്ക് എന്നിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ എന്താണ്, നമുക്ക് എപ്പോഴും അസുഖം വരത്തില്ല. ഓക്കെ, പിന്നെ നമ്മൾ നല്ല ആക്റ്റീവ് ആയിരിക്കും എപ്പോഴും, അല്ലെ? നല്ല ആക്റ്റീവായിട്ട് നമ്മൾ നടക്കാൻ സാധിക്കും. നമുക്ക് എപ്പോഴും അസുഖമൊന്നും വരാതിരിക്കും. അപ്പോ അതിനൊക്കെ നമ്മൾ എന്തായിരിക്കണം, നമുക്ക് അങ്ങനെയൊക്കെ അസുഖമൊന്നും വരാതിരിക്കുകയും നല്ല ആക്റ്റീവ് ആയിരിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം? വി ഹാവ് ടു ബി വെരി ഹെൽത്തി. നമ്മൾ ഹെൽത്തി പീപ്പിൾ ആയിരിക്കണം. ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ ആ 2 പാരഗ്രാഫ് മിസ് വായിക്കാം. നിങ്ങളുടെ ഫിംഗർ വെക്കണേ. Mahi is in class 1A. She plays cricket. She studies well too. She does not get tired. She does not fall sick. She is a healthy girl. Okay, we need exercise. Yeah, we need to have exercise. Okay, exercise makes us healthy and strong. നമ്മളെ നല്ല ഹെൽത്തിയും സ്ട്രോങ്ങുമായി ഉള്ളവരാക്കി മാറ്റും എന്ത്? എക്സസൈസസ്. Exercise makes us healthy and strong. We should exercise daily. നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നവരായിരിക്കണം. Walking, skipping, running, cycling and swimming are good exercises. Okay, എന്തൊക്കെയാണ് എക്സസൈസ്? Walking, skipping, running, cycling and swimming are good exercises. അപ്പോ എക്സസൈസ്, we need to take exercise. എന്തുകൊണ്ടാണ്? Exercise makes us healthy and strong. Okay. Playing is also a good exercise. എന്താണ്? Playing is also a good exercise. നമ്മൾ കളിക്കും അല്ലേ? നമ്മൾ ഓടി കളിക്കാറൊക്കെ ചെയ്യുന്നുണ്ട് വീടിന് മുറ്റത്തോടെയൊക്കെ. അപ്പോ കളിക്കുന്നത് എന്താണ്? അതും ഒരു നല്ല എക്സസൈസ് ആണ്. It keeps us fit. Play in open spaces like parks and gardens. Okay, you will breathe in fresh air. അപ്പോ നമ്മൾ നല്ല നല്ല ഫിറ്റ്, നല്ല ആരോഗ്യവാന്മാരാക്കി തീർക്കും എന്ത്? നമ്മൾ കളിക്കുമ്പോഴും. കുട്ടികളെ നിങ്ങൾ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. Then play in open spaces like parks and garden. Yes, നമ്മൾ കളിക്കുമ്പോൾ എന്താണ്? നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ വേണം നമ്മൾ കളിക്കാൻ. അങ്ങനെ കളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യു വിൽ ബ്രീത്ത് ഇൻ ഫ്രഷ് എയർ. നമുക്ക് നല്ല ഫ്രഷ് എയർ കിട്ടും ബ്രീത്ത് ചെയ്യാനായിട്ട്. അപ്പോ നമ്മൾ എന്തൊക്കെയാ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നേ? In order to be healthy, we need to be healthy. അല്ലെ? നമ്മള് നല്ല ആരോഗ്യമുള്ള ആൾക്കാരായി ഇരിക്കണം. അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടത്? We should do the exercises. Exercise makes us healthy and strong. എന്നിട്ട് ഇവിടെ കുറച്ച് എക്സസൈസസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് എക്സസൈസ് എന്നുള്ളത്? എന്താണ്? Walking, skipping, running, cycling and swimming are good exercise. Same way, playing outdoor games is also an exercise. Okay. പിന്നെന്താണ്? What do you mean by being healthy? Healthy means എന്താ? Good health means to be active. It also means not to fall sick often. അല്ലെ? ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാര് എങ്ങനെയായിരിക്കും? അവർക്ക് എപ്പോഴും അസുഖം വരത്തില്ല. They won't fall sick very often. അവർക്ക് എപ്പോഴും അസുഖം വന്നുകൊണ്ടിരിക്കത്തില്ല. Okay. We need good food. നമുക്ക് എന്ത് വേണം? എക്സസൈസ് മാത്രം പോരാ. We need good food. നമ്മള് ഭക്ഷണം കഴിക്കണം. നോക്കിയേ, ഫുഡ് ഹെൽപ്സ് us to grow. അല്ലേ? നമ്മൾ ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ നമ്മൾ വളരത്തുള്ളൂ. Food helps us to grow. It makes us strong. Yeah, the food which we eat makes us strong. It gives us energy to work and play. Yeah,
നമ്മൾ പറഞ്ഞു എക്സസൈസ് ചെയ്യണം, കളിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. So in order to do the exercise and in order to play and so on, we need energy. അല്ലേ? നമുക്ക് എനർജി വേണ്ടേ? നമുക്ക് അതിനുള്ള എനർജി കിട്ടുന്നത് എവിടുന്നാ? From the food which we eat. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ആവശ്യമായ എനർജി ലഭിക്കുന്നത്. We should avoid fatty foods like chips and colas. They are not good for us. Yeah. Fatty foods like chips and colas. നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കുറെ ഭക്ഷണങ്ങളുണ്ട്. ചിപ്സും കോളാസും ഒന്നും നമ്മൾ അങ്ങനെ കഴിക്കാൻ പാടില്ല. They are not good for us. They are not good for us. We should also drink plenty of water. Drink only boiled or filtered water. അപ്പോ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരുപാട് ജങ്ക് ഫുഡ്സ് ആൻഡ് സോ ഓൺ നമ്മളത് കഴിക്കുന്നത് നല്ലതല്ല. നമ്മുടെ ആരോഗ്യം നമ്മൾ ഹെൽത്തി ആവില്ല അത് കഴിച്ചാൽ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വി ഷുഡ് ഡ്രിങ്ക് ഇനഫ് വാട്ടർ. നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കണം. സോ ദ വാട്ടർ വിച്ച് വി ഡ്രിങ്ക് ഷുഡ് ബി ബോയിൽഡ് ഓർ ഫിൽറ്റേർഡ് വാട്ടർ. ബോയിൽഡ് ആയതോ അല്ലെങ്കിൽ ഫിൽറ്റേർഡ് ആയിട്ടുള്ളതോ ആയ വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. ഓക്കെ, അവിടെ വരെ മിസ് ഇന്ന് എടുക്കുന്നുള്ളൂ, ഫിൽറ്റേർഡ് വാട്ടർ വരെ. ഓക്കെ, ഞാൻ ആദ്യം മുതൽ ഒന്ന് വായിച്ചു നോക്കിയേ. ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഫസ്റ്റ് പേജ് എടുത്തേ. മിസ് ഒന്ന് വായിച്ചു തരാം. എല്ലാവരുടെ ഫിംഗർ എവിടെ ഉണ്ടാവണേ? ലെസൺ 6, സ്റ്റേ ഫിറ്റ്, സ്റ്റേ ഹെൽത്തി. Mahi is in class 1A. She plays cricket. She studies well too. She does not get tired. She does not fall sick. She is a healthy girl. Good health means to be active. It also means not to fall sick often. അപ്പോൾ ഗുഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? Good health means to be active. It also means not to fall sick often. Okay. We must be healthy like Mahi. Yeah, just like Mahi. നമ്മൾ പറഞ്ഞു മാഹി എന്ന് പറയുന്ന കുട്ടി എങ്ങനെയാണ്? She plays well, അല്ലേ? കളിക്കാറുണ്ട്. She plays cricket and she studies well. She does not get tired and also she does not fall sick often. So why? Because she is a healthy girl. അവൾ നല്ലൊരു ആരോഗ്യമുള്ള കുട്ടി ആയതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ അസുഖം സംഭവിക്കാത്തത്. ഫാത്തിമ കെയും എവിടെയാ ഇറങ്ങി പോകുന്നേ? ഓക്കെ, കുഴപ്പമില്ല. അവിടുന്ന് അനങ്ങിയ മിസ് കാണും. ഇരിക്കുന്നിടത്ത് നിന്ന് ആരനങ്ങിയാലും മിസ് ഇവിടുന്ന് കാണും. ഓക്കെ, then we need exercise. Exercise makes us healthy and strong. Exercise makes us healthy and strong. We should exercise daily. നമ്മൾ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നവരായിരിക്കണം. We should exercise daily. Walking, skipping, running, cycling and swimming are good exercises. Okay. എന്താ പറഞ്ഞ ഏതൊക്കെയാണ് ഗുഡ് എക്സസൈസസ്? വാക്കിംഗ്, സ്കിപ്പിംഗ്, റണ്ണിംഗ്, സൈക്ലിംഗ് ആൻഡ് സ്വിമ്മിംഗ്. These are good exercises. Playing is also a good exercise. Playing is also a good exercise. It keeps us fit.
Play in open spaces like parks and gardens. You will breathe in fresh air. Yeah. നമ്മൾ ഓപ്പൺ സ്പേസസിൽ കളിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫ്രഷ് എയർ ലഭിക്കുന്നു. We need good food. Yes, we need, not only we need to take the exercise, but also we need good food. നമ്മൾ നല്ല ഭക്ഷണവും കഴിക്കണം. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പലരും പുറകോട്ടായിരിക്കും അല്ലേ? ഓൺ ടൈമിൽ കഴിക്കില്ല, അതുപോലെ അമ്മ തരുന്ന എല്ലാ ഫുഡും കഴിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും നിങ്ങൾക്കല്ലേ? സോ ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. അത് നല്ലതല്ല. നിങ്ങൾ എല്ലാ ഫുഡും കഴിക്കണം, എല്ലാ തരം ഫുഡും കഴിച്ചിരിക്കണം. ഓക്കെ. ഫുഡ് ഹെൽപ്സ് us to grow. It makes us strong. Yeah. നമ്മെ വളരാൻ സഹായിക്കുന്നത് എന്താണ്? ഫുഡാണ്. ഫുഡ് ഹെൽപ്സ് us to grow. Then it gives us energy to work and play. Yes, we need energy to work and play. And from where do we get this energy? We get this energy from the food which we eat. We should avoid fatty foods like chips and colas. They are not good for us. Yes. നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരുപാട് ഇഷ്ടം ഈ പറയുന്ന ഫുഡ്സിനോടായിരിക്കും, ചിപ്സ്, കോളാസ് ആൻഡ് സോ ഓൺ അല്ലേ? പക്ഷെ അത് നമ്മൾ ഒഴിവാക്കണം. ദാറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ us. We should also drink plenty of water. നമ്മൾ എല്ലാ ദിവസവും നന്നായിട്ട് വെള്ളം കുടിക്കണം. Drink only boiled or filtered water. അത് നല്ല വെള്ളമായിരിക്കണം നമ്മൾ കുടിക്കുന്നത്. ബോയിൽഡ് വെള്ളമോ അല്ലെങ്കിൽ ഫിൽറ്റേർഡ് ആക്കിയ വെള്ളമോ ആയിരിക്കണം നമ്മൾ കുടിക്കുന്നത്. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്തു, എല്ലാവരും മിസ് ഇപ്പൊ എടുത്തിടം വരെ നിങ്ങൾ വായിക്കുക. എല്ലാവരും അവിടെ ഇരുന്ന് വായിച്ചു നോക്കി ആദ്യം മുതൽ. ആ സമയത്ത് മിസ് നിങ്ങളുടെ അറ്റൻഡൻസ് എടുത്തോളാം. നിങ്ങൾ വെറുതെ ഇരിക്കണ്ട, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുക. ഓക്കെ. അലൻ ജോസഫ്. അലൻ ജോസഫ്. നിവേദ്യ വിനോദ്. അയൻ വിജേഷ്. ആദിത്യ അനൂപ്. ഓക്കെ മോനെ. അമൃത. അമൃത. ആദിൻ. ദീക്ഷിത് വി. ഫാത്തിമാത്തുൽ ഐഫുന. ജിയാറോസ്. നൈല. ബിയോണ. റിച്ചാർഡ് സിജോ. അശ്വിനി. ആരവ്. അനാമിക. Where is Anamika? അനാമികനെ കാണാനില്ലല്ലോ. അനാമിക, അനാമികയുടെ ഫുൾ നെയിം എങ്ങനെയായിരുന്നു മോളെ? അനാമിക. അതിന്റെ ബാക്കിയും പീരാജ്. ഓക്കെ. അനാമിക പീരാജ്. ഓക്കെ. ഓക്കെ. മിക്താബ്. ഇർഷാദ്. അമൻ മാധവ്. റയാൻ. അൻവിത കെ. സാവിയോ ജോ. ആയുഷ് വി വി.
Jovin and Joel. Shahbara. Deva Shapi. Abel Matthew. Muhammad Muqtazim. Sarah. Razin. Hadia. Okay. Devanki. Afras PK. Afras PK. ഇന്ന് ഒരുപാട് ആളുകൾ കുറവാണല്ലോ. ബാക്കി എല്ലാരും എവിടെ പോയി? മിസ് ആരുടെയും പേര് വിളിക്കാത്തുണ്ടോ? എല്ലാവരുടെയും പേര് വിളിച്ചില്ലേ? നൈനയുടെ പേര് വിളിച്ചു. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ട് വരിക. അതാണ് ഹോംവർക്ക് കേട്ടോ. ഞാൻ 1 വേർഡ്സ് ചോദിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കും ഞാൻ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, എന്നാ ഇനി എല്ലാരും പോയിട്ട് ലഞ്ച് കഴിക്കും കേട്ടോ. ടേക്ക് യുവർ ലഞ്ച് നൗ. ഓക്കെ, റിച്ചാർഡ് ഇനി ചായ കുടിക്കണ്ട കേട്ടോ, അതിന് ചോറുണ്ടാ മതി. ഓക്കെ, ബൈ. Okay.